കാവൽക്കാരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ബിജെപിക്കും RSSനും ഇനിയൊരൽപ്പം മൗനമാവാം. ഇരു നേതൃത്വത്തിന്റെയും യഥാർത്ഥ മുഖം പൂർണ്ണമായി തുറന്നു കാട്ടുന്ന വാർത്തകളാണ് അങ്ങ് അയോധ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. പറഞ്ഞു വരുന്നത്, രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് 2 വർഷം തികയുമ്പോഴേക്കും രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാരായ ഭക്തർ സമർപ്പിച്ച കാണിക്കപ്പണവും സ്വർണവും വെള്ളിയും ട്രസ്റ്റിന്റെ മൂക്കിന് താഴെ നിന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. പ്രതിപക്ഷത്തിന്റെ കടുത്ത പോരാട്ടത്തിനും സന്യാസി സമൂഹത്തിന്റെ ജനരോഷത്തിനും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയും ട്രസ്റ്റ് അനിൽ മിശ്രയും ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. ഇനി മോദി ഭരണകൂടത്തെയും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന വൻ അഴിമതിയുടെ ചുരുളുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സമാജ്വാദി പാർട്ടി നേതാവ് പവൻ പാണ്ഡെയാണ് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് 5 മുതൽ 7.5 കോടി രൂപ വരെ തട്ടിയെടുത്തെന്ന ഗുരുതരമായ ആരോപണം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. അന്ന് കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ചമ്പത് റായ് കൈയൊഴിഞ്ഞപ്പോൾ യോഗി സർക്കാരും ഇതിനെ വെറുമൊരു രാഷ്ട്രീയ ആരോപണമായി തടിയൂരാനാണ് ശ്രമിച്ചത്. ബാബരി മസ്ജിദ് തകർത്ത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ RSSന്റെയും മോദിയുടെയും കടുത്ത വിശ്വസ്തനായ ചമ്പത് റായിയെ തൊടാൻ ആദ്യം സർക്കാർ തന്നെ ഭയന്നിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരികയും AAP MP സഞ്ജയ് സിംഗ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നിർണായക തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തതോടെ ബിജെപിക്ക് കളി മാറ്റേണ്ടി വന്നു. വിവാദം കത്തിയതോടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും സമ്മർദ്ദമുണ്ടായി തുടങ്ങി. ഒടുവിൽ ലക്നോ ഡിവിഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ 3-അംഗ SIT സംഘത്തെ യോഗി സർക്കാരിന് നിയോഗിക്കേണ്ടി വന്നു. SIT നടത്തിയ അന്വേഷണത്തിൽ 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ജൂൺ 25 അർദ്ധരാത്രിയോടെ 8 ട്രസ്റ്റ് ജീവനക്കാരെ പോലീസ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു. ഇതിൽ അറസ്റ്റിലായ രാംശങ്കർ യാദവ് ചമ്പത് റായിയുടെ ഏറ്റവും അടുത്ത സഹായിയാണ്. പ്രതികളിൽ നിന്ന് 79.8 ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ കണ്ടെടുത്തത് എന്നതാണ് മറ്റൊരു വിശേഷാൽ കാര്യം. ബാക്കി കോടികൾ എവിടെ പോയി എന്നതിന് ഇപ്പോഴും മറുപടിയില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെയാണ് BJP സർക്കാരിന്റെ കള്ളി പുറത്താകുന്നത്. നിലവിൽ 2025 ഏപ്രിൽ മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള 2ാം വർഷത്തെ കൊള്ള മാത്രമാണ് പരിശോധിക്കുന്നത്. അതായത് 42 ദിവസത്തിനകം നടന്ന 70 മോഷണങ്ങൾ വെറും മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് സാരം. താഴെത്തട്ടിലുള്ള ചെറിയ ജീവനക്കാരെ മാത്രം പ്രതികളാക്കി ചമ്പത് റായി, അനിൽ മിശ്ര, ഗോപാൽ റാവു തുടങ്ങിയ വൻ സ്രാവുകളെ സംരക്ഷിക്കാനാണ് BJP സർക്കാർ ആദ്യം മുതൽ ശ്രമിച്ചത്. 2021 2 കോടിയുടെ ഭൂമി 18 കോടിക്ക് ട്രസ്റ്റിനെ കൊണ്ട് വാങ്ങിപ്പിച്ച ചമ്പത് റായിക്കെതിരെ അന്നും യോഗി സർക്കാർ ഒരു നടപടിയും എടുത്തിരുന്നില്ല എന്നതും ചരിത്രമാണ്.